നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് പിടിമുറുക്കിയിരിക്കുന്ന ഏറെ ദാരുണമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പരമാവധി ശ്രമിക്കുന്നത്. എന്നാലും കോവിഡിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ തന്നെയാണ് ലോകമെമ്പാടും ഉള്ളത്. രോഗികൾക്ക് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകുന്ന പദ്ധതിക്ക് സൗദി ആരോഗ്യ മന്ത്രാലയവും പോസ്റ്റും ധാരണാപത്രം ഒപ്പുവെച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ 4 ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കാണ് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകുന്നത്. അതേസമയം കോവിഡ് മുൻകരുതലുകളുടെ ഭാഗമായി സൗദിയിൽ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന 2.5 ലക്ഷത്തോളം തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുകയാണ്. തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 60,000 സ്കൂൾ മുറികളാണ് രാജ്യത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യം സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് തൊഴിലാളികളെ ഇത്തരത്തിൽ മാറ്റി പാർപ്പിക്കുന്നതെന്നാണ് അറിയുന്നത്. നിരവധി പേർ ഒന്നിച്ചു കഴിയുന്ന ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളാണ് മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിച്ചത്. 2.5 ലക്ഷം തൊഴിലാളികളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കാൻ തന്നെയാണ് പദ്ധതി. ഇതിനായി രാജ്യത്തിന്റെ വിവിധ പ്രാവശ്യങ്ങളായി 60,000 സ്കൂൾ മുറികൾ സജ്ജീകരിച്ചതായി മുനിസിപ്പൽ ഗ്രാമകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽഗത്താൻ വ്യക്തമാക്കുകയും ചെയ്തു. 3,345 സ്കൂളുകൾ ഇതിനായി ഏറ്റെടുത്ത് നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രാലയവും അറിയിച്ചു. ഇതോടെ രോഗവ്യാപനം പ്രതീക്ഷിച്ച മേഖല അതീവ സുരക്ഷിത അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് കരുതപ്പെടാനാവുക. ഭാവിയിൽ തൊഴിലാളികളെ തിരിച്ച് എത്തിക്കുന്നതിന് മുന്നോടിയായി ലേബർ ക്യാമ്പുകളിൽ ആവശ്യമായ ക്രമീകരണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗികൾക്ക് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകുന്ന പദ്ധതിക്ക് ആരോഗ്യ മന്ത്രാലയവും സൗദി പോസ്റ്റുമാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ 4 ആശുപത്രികളിൽ ചികിത്സ നേടുന്ന രോഗികൾക്കാണ് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകുക. റിയാദ് കിങ് സൽമാൻ ആശുപത്രി, ദമാം മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രി, ബുറൈദ കിങ് ഫഹദ് ആശുപത്രി, അൽഹസ മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കാണ് മരുന്ന് വീടുകളിൽ എത്തിച്ചു നൽകുക. ഈ ആശുപത്രികളിലെ ഫാർമസികൾ ഓരോ രോഗിക്കുമുള്ള മരുന്നുകൾ പ്രത്യേകം പാക്ക് ചെയ്ത് താമസ സ്ഥലത്തെ വിലാസത്തിൽ അയക്കും. മരുന്ന് അയച്ച കാര്യം രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഫോണിലൂടെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. ആരോഗ്യ മന്ത്രാലയവുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ സൗദി പോസ്റ്റാണ് മരുന്ന് വീടുകളിൽ എത്തിച്ചു നൽകുക. നിശ്ചിത സമയത്തിനുള്ളിൽ മരുന്ന് രോഗികൾക്ക് വീട്ടിലെത്തി കൈമാറാനാവുകയും ചെയ്യും. മരുന്ന് സ്വീകരിക്കുന്നതിന് രോഗികൾ SMS വഴി വെരിഫിക്കേഷൻ നമ്പറും കൈമാറും. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മുനിസിപ്പൽ ബദലിയ നിബന്ധനകൾ പാലിച്ചിരിക്കണമെന്നും താഴെ പറയുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. മുനിസിപ്പൽ പദ്ധതിക്ക് അനുസൃതമായി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ സജ്ജീകരിക്കുന്നതിനോടൊപ്പം എല്ലാ ദിവസവും തൊഴിലാളികളെ പരിശോധിക്കണമെന്നാണ് അറിയുന്നത്. കോവിഡ് ലക്ഷണം ഉള്ളവരെ പാർപ്പിക്കുന്നതിന് താമസ സ്ഥലത്ത് പ്രത്യേക മുറി സജ്ജീകരിക്കണം. ഏതെങ്കിലും തൊഴിലാളികൾക്ക് COVID-19 ലക്ഷണം കണ്ടാൽ ഉടനെ 937 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ്. എല്ലാ ദിവസവും 2 പ്രാവശ്യം ടോയ്ലറ്റുകളും മറ്റ് സ്ഥലങ്ങളും ഉപരിതലങ്ങളും 2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. ആഴ്ചയിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കുന്നതിനോടൊപ്പം അണുമുക്തമാക്കുകയും വേണം. നിർബന്ധമായും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി അംഗീകരിച്ച അണുനാശിനികളും ശുചീകരണ വസ്തുക്കളുമാണ് താമസ കേന്ദ്രങ്ങൾ ശുചീകരിക്കുവാനായി ഉപയോഗിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.